സംസ്ഥാനത്ത് കാലവർഷക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ റേഷൻ വിതരണം ഓഗസ്റ്റ് വരെ നീട്ടിയതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചതിന് പിന്നാലെ റേഷൻ വിതരണ വിഹിതം എത്രയെന്ന വിവരവും പുറത്തുവരുന്നു. ഓരോ കാർഡുകാർക്കും എത്ര വിഹിതം ലഭിക്കും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കേരളത്തിൽ പ്രധാനമായും 4 തരം റേഷൻ കാർഡുകളാണുള്ളത്. ഇതിൽ ഓരോ കാർഡ് വിഭാഗത്തിനും ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളുടെയും മറ്റ് സാധനങ്ങളുടെയും അളവിലും നിരക്കിലും വ്യത്യാസമുണ്ട്. സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്കും സ്ഥിര വരുമാനം ഇല്ലാത്തവർക്കുമാണ്, അതായത് അന്ത്യോദയ അന്നയോജന വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് മഞ്ഞ കാർഡ് ലഭിക്കുന്നത്. ഈ കാർഡുള്ളവർക്ക് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായും 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപയ്ക്കും ലഭിക്കും. ഇനി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കാണ് പിങ്ക് കാർഡ് നൽകുന്നത്. ഇവരുടെ വാർഷിക വരുമാനം 24,200 രൂപയ്ക്ക് താഴെയായിരിക്കും. 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും ഇവർക്ക് സൗജന്യമായി ഈ മാസം ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച് അതിന് പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള എന്നാൽ സബ്സിഡിക്ക് അർഹതയുള്ള കുടുംബങ്ങൾക്കാണ് നീല കാർഡുള്ളത്. പൊതുവിഭാഗത്തിൽപ്പെട്ട ഈ കാർഡുകാർക്ക് 2 കിലോ അരി വീതം 4 രൂപയ്ക്ക് ലഭിക്കും. കൂടാതെ അധിക വിഹിതമായി 3 കിലോ അരിക്ക് 10 രൂപ നൽകിയാൽ മതിയാവും. ഇനി വെള്ള കാർഡ് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള മറ്റ് സബ്സിഡികൾക്ക് അർഹതയില്ലാത്ത കുടുംബങ്ങൾക്കുള്ളതാണിത്. ഇവർക്ക് 6 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുക. പൊതുവിഭാഗത്തിലെ NPI കാർഡിന് 2 കിലോ അരി 10 രൂപയ്ക്ക് ലഭിക്കും. ഈ വിഹിതങ്ങൾ അതത് മാസങ്ങളിലെ ലഭ്യതയും സർക്കാർ നയങ്ങളും അനുസരിച്ച് വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്.